ഹലോ കൂട്ടുകാരെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഏലത്തിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം പുറത്തുള്ളവർ എന്നോട് കുറച്ച് കാര്യങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചായിരുന്നു. അതിലൊന്നാണ്, ഒരു വർഷം ഒരേക്കർ ഏലത്തിന് എന്തോരം ചിലവ് വരും, അതായത് നമ്മുടെ പണിക്കൂലി എല്ലാം കൂടെ കൂട്ടി. സ്വാഭാവികമായിട്ട് നല്ല കായുള്ള, അതായത് നല്ല സീസണാണെങ്കിൽ നമ്മൾ ഒരേക്കറിൽ ഏറ്റവും കുറഞ്ഞൊരു 4 ലക്ഷം രൂപ ചിലവ് വരും. അപ്പം നമുക്ക് ഒരു എടുക്കയ്ക്ക് ഏറ്റവും കുറഞ്ഞൊരു 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപ നമ്മൾ മുടക്കുവാണെങ്കിൽ ഒരേക്കറിൽ നിന്ന് നമ്മൾ എങ്ങനെ പോയാലും 1000-1200 കിലോ പച്ചക്ക പറിക്കും. ആദ്യത്തെ ഒരെടുപ്പിന് മാത്രമായിരിക്കും 5-6 ആയിട്ട്, അതായത് 6 കിലോ പച്ചക്ക ഉണങ്ങിക്കഴിഞ്ഞാൽ 1 കിലോ ഉണക്കക്ക കിട്ടുന്ന അവസ്ഥ. ചിലപ്പോൾ അത് 7-8 കിലോ വരെയൊക്കെ പോകും. പിന്നെ രണ്ടാമത്തെ എടുപ്പ് തൊട്ട് നമുക്ക് 5.5-1, 5-1, 4.5-1 വരെ നമുക്ക് കാ കിട്ടും. അതാണ് ഏലത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഏലത്തിന് മെയിനായിട്ട് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മരുന്നടി, വളം. ഇപ്പോൾ ചെറിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ 1.25 ഏക്കർ സ്ഥലമുള്ളൂ. നിറച്ച ഏലമാണ്. ഞാനും പപ്പായും കൂടെയാണ് പണിയുന്നത്. പക്ഷേ 10-25 ഏക്കർ പണിയുന്നവർക്കൊന്നും ഇത്രയും ഒറ്റയ്ക്ക് പണിത് തീർക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഞാനും പപ്പയൊക്കെ സ്വന്തമായിട്ടാണ് പണിത് തീർക്കുന്നത്. പിന്നെ ഞാൻ കായ എടുക്കാനും മരം വെട്ടാനും മാത്രമേ ആളെ വിളിക്കാറുള്ളൂ. അതാണ് ഏലത്തിന് നമ്മൾ മെയിനായിട്ട് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്നിൻ്റെ ചിലവ്. അതായത് ഏലത്തിന് 22-ാം ദിവസം മരുന്നടിക്കണമെന്നാണ്. 22 ദിവസത്തിലൊന്നുമല്ല, നമ്മൾ എന്ത് അസുഖം കണ്ടാലും ഏലത്തിന് മരുന്നടിക്കണം. പിന്നെ വളം ആഴ്ചയിൽ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും വളം, പോളിയാർ പോവും, പിന്നെ ട്രെഞ്ചിങ് പോവും. ചിലപ്പോൾ ഈ ഫിസേറിയം പോലത്തെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കാശിറക്കി മരുന്ന് മേടിച്ചാലേ ഇത് കുട്ടിയുള്ളൂ. പിന്നെ നിമിറ്റോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാശാവും. അതാണ് ഏലത്തിൻ്റെ വരുന്ന ചിലവ്. പിന്നെ പണിക്കൂലി. ഇപ്പോൾ പണിക്കാരെ കിട്ടാനൊന്നുമില്ല, എന്നാലും നല്ലൊരു തുക പണിക്കൂലിയായിട്ട് പോകും. ഇപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരൊക്കെയാണ് 550 രൂപയാണ് കൂലി. തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ വരുന്നതെങ്കിൽ അവർ 650-750 രൂപ വരെ മേടിക്കുന്നവരുണ്ട്. കാരണം അവർ അവിടെ നിന്ന് വരുന്നതായത് കൊണ്ട് ആണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അത്രയും കൂലി. പിന്നെ മരം വെട്ടുന്നവർക്ക് 1300 രൂപ, 1400 രൂപ. പിന്നെ അവർ ഒരാളും കൂടെ വരും, ആൾക്ക് 1000 രൂപ. അങ്ങനെയൊക്കെയാണ് ഏലത്തിന് ചിലവ് വരുന്നത്. അപ്പം ഏലത്തിന് നല്ല ചിലവുണ്ട്. നല്ലപോലെ കാശിറക്കി നല്ലപോലെ കാശ് എടുക്കാവുന്ന ഒരു കൃഷിയാണ് ഏലം. പിന്നെ മെയിനായിട്ട് ഏലത്തിന് വെള്ളം വേണം, അതും ഓർമ്മയെ വെക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ള ഏലത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.